അച്ഛനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്ന രഘുവേട്ടനെ അച്ഛൻ ഇങ്ങനെ അകറ്റുന്നത് എങ്ങനെയാ ചീരു? അച്ഛൻ രഘുവേട്ടനെ അറിയിക്കാതെ ശബരിയെ വിളിച്ച് പറയാണ് ചെയ്തതെങ്കിൽ രഘുവേട്ടൻ എത്രമാത്രം സങ്കടം തോന്നിക്കാണും. രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് അച്ഛൻ ശബരിയെ വിളിച്ചെന്നാവും പറഞ്ഞില്ലേ ചേച്ചി? അതവൻ എന്നെ ആശ്വസിപ്പിക്കാനും പിന്നെ ദേഹയുടെ നാവടക്കാനും പറഞ്ഞതാ ചീരു. അച്ഛൻ രഘുവേട്ടനെ അറിയിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഇല്ല ചേച്ചി, അങ്ങനെയാണെങ്കിൽ രഘുവേട്ടൻ ചേച്ചിയെ വിളിച്ച് കല്യാണക്കാര്യം പറയുമ്പോ എന്തെങ്കിലും ഒരു സൂചന തരില്ലേ? രഘുവേട്ടന്റെ ശബ്ദത്തിൽ പോലും ഒരു വ്യത്യാസം ചേച്ചിക്ക് തോന്നിയില്ലല്ലോ. ഇന്ദ്രനും എന്നെ ഒരുമിക്കാൻ പോകുന്നു പറയുമ്പോ രഘുവേട്ടന് സന്തോഷിക്കാനല്ലേ പറ്റൂ ചീരു. അവരുടെ കാര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛൻ ക്ഷണിക്കാഞ്ഞിട്ടും രഘുവേട്ടൻ എല്ലാത്തിനും മുന്നിട്ടിറങ്ങിയതും പഞ്ചരത്നത്തിലേക്ക് പോയതുപോലും. ചേച്ചി, എന്തായാലും അച്ഛന്റെ അനുചേച്ചിയുടെ അടുത്തേക്കല്ലേ രഘുവേട്ടൻ പോയിരിക്കുന്നത്. ഇന്നത്തോടെ രഘുവേട്ടനോടുള്ള അച്ഛന്റെ ദേഷ്യം അനുചേച്ചി സംസാരിച്ച് തീർത്തിരിക്കും. ദാസങ്ങളും ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും അച്ഛൻ ബാക്കിയൊക്കെ മറക്കും ചേച്ചി. ദാസങ്ങളും കൂടി പഞ്ചരത്നത്തിലേക്ക് പോയത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും അല്ല ജീരു? നീ പറഞ്ഞതുപോലെ ഇന്ദ്രനും അനുവും വീണ്ടും ഒന്നാകാൻ പോകുന്നതിന്റെ ആശ്വാസത്തിൽ രഘുവേട്ടനെ മനസ്സിലാക്കാൻ അച്ഛനൊന്ന് തയ്യാറായ മതിയായിരുന്നു. ചേച്ചി ചേച്ചി സമാധാനായിട്ടിരിക്കും. നാളെ എന്തായാലും ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ, അതോടെ എല്ലാം കലങ്ങി തെളിയും ചേച്ചി. ചേച്ചി എഴുന്നേറ്റൊന്ന് കിടക്ക്. ദേ, നാളെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണ്ടേ? അനുചേച്ചിയെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുക്കണ്ടേ? ആ, ചടങ്ങിന് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അമ്പിളി ചേച്ചിയാ. എന്റെ അനിയത്തിമാർക്ക് നല്ലത് വരുമ്പോ എന്നെക്കാൾ സന്തോഷിക്കുന്നത് രഘുവേട്ടനാ. ആ രഘുവേട്ടൻ നാളെ സങ്കടപ്പെടാൻ ഇടവരല്ലേ ദൈവങ്ങളെ. ചേച്ചി ചേച്ചി അറിയില്ലേ, സങ്കടപ്പെടാതെ എല്ലാം ശരിയാവും. വാ, വന്ന് കിടക്ക്. വാ വാ വാ, എണിക്ക്. വാ, എഴുന്നേക്ക്. വാ.